ചരിത്രഭൂമികയിൽ ഐതിഹ്യങ്ങളാൽ സമ്പന്നമായൊരു പുണ്യസങ്കേതം തലയുയർത്തി നിൽക്കുന്നു. ശ്രീ കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ദുർഗാക്ഷേത്രങ്ങളുടെ മാലയിലെ തിളക്കമേറിയ ഒരു മുത്തുപോലെയാണ് ഈ ക്ഷേത്രം. ചുഴലി ഭഗവതി എന്ന അതിശക്തമായ ഉപാസനാമൂർത്തിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദേവസ്ഥാനം കേവലമൊരു ആരാധനാലയം എന്നതിലുപരി കേരളീയ വാസ്തുവിദ്യയുടെയും പ്രാദേശിക സംസ്കാരത്തിന്റെയും ഗതകാല പ്രൗഢിയുടെയും നേർസാക്ഷ്യമാണ്. ദേശീയപാതയിൽ ബക്കളത്തുനിന്ന് കിഴക്കോട്ട് ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രത്തിന്റെ പരിസരം ആദ്യ കാഴ്ചയിൽ തന്നെ ഏതൊരാളിലും ഭക്തിയും വിസ്മയവും നിറയ്ക്കും. ശില്പചാതുരി വഴിഞ്ഞൊഴുകുന്ന ക്ഷേത്രഗോപുരങ്ങളും ചരിത്രത്തിന്റെ ചൂടുപേറുന്ന പടകൂറ്റൻ അരയാലും വിശാലമായ കൽപ്പടവുകളും കാലപ്പഴക്കം പറയാത്ത ചുമർചിത്രങ്ങളും അതിലുപരി ക്ഷേത്രത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന അതിവിശാലമായ ചിറയും ഇവയെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ഗതകാല ഗരിമയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ ഈ ഭഗവതി സാന്നിധ്യത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. ശ്രീ കടമ്പേരി ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ആ നാടിന്റെ പേരിൽ തന്നെയാണ്, കടമ്പേരി. ഈ സ്ഥലനാമം ദേവിയുടെ ആവിർഭാവവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഒരു കാലത്ത് ഈ പ്രദേശം വൃക്ഷലതാദികളാൽ നിബിഡമായിരുന്നു. ഒരു വനത്തിന്റെ ശാന്തതയും നിഗൂഢതയും ഇവിടെയുണ്ടായിരുന്നു. കോടല്ലൂർ നമ്പൂതിരിപ്പാടിന്റെ ദിവ്യ ദർശനം. പരമസാത്വികനും നിഷ്കളങ്കനുമായിരുന്ന കോടല്ലൂർ ഇല്ലത്തെ വലിയ നമ്പൂതിരിപ്പാട് ഒരു ദിവസം ഇതുവഴി കടന്നു പോവുകയായിരുന്നു. വനനിബിഡമായ ആ വഴിയിൽ അദ്ദേഹം അവിശ്വസനീയമായ ഒരു കാഴ്ച കണ്ടു. ഒരു കടമ്പു മരത്തിൽ പടർന്നു കയറിയ വള്ളിയിലിരുന്ന് ആടുന്ന ഒരു യുവതി. ആ രൂപം നഗ്നയാണെന്ന് തോന്നിയ നമ്പൂതിരിപ്പാട് തന്റെ ഉത്തമമായ സംസ്കാര ബോധം കൊണ്ട് ഉടനടി ഉത്തരീയമെടുത്ത് അവർക്ക് നേരെ ഇട്ടുകൊടുത്തു. ഈ സാത്വിക പ്രവൃത്തിയിൽ സംപ്രീതയായ ദേവി തന്റെ യഥാർത്ഥ ദിവ്യസ്വരൂപം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്പൂതിരിപ്പാടിനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കോടല്ലൂർ ഇല്ലത്തെ മാത്രമല്ല, ആ പ്രദേശത്തെ മുഴുവൻ ഐശ്വര്യത്തിലാഴ്ത്തി. ദേവി കടമ്പുമരത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് പിൽക്കാലത്ത് ഈ സ്ഥലത്തിന് കടമ്പേരി എന്ന് പേര് ലഭിച്ചത്. കടമ്പുമരവും പേരി എന്ന പ്രാദേശിക പദവും ചേർന്നാണ് ഈ പേര് രൂപപ്പെട്ടതെന്നും കരുതപ്പെടുന്നു. കടമ്പേരി എന്ന് പറയുന്ന ഈ പ്രദേശം പേരില്ലായിരുന്നു. ഇതൊരു കളരിയായിരുന്നു ആദ്യം ഈ ക്ഷേത്രമൊക്കെ വരുന്നതിന് മുമ്പിൽ. അപ്പോൾ ഈ കളരിയിൽ അന്ന് വിദ്യയും അതുപോലെ തന്നെ കായികമായിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമായിരുന്നു ഈ സ്ഥലം. അപ്പോൾ ഇവിടെ കായികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാടായിരുന്നു. വള്ളിക്കെട്ട്, വലിയ മരങ്ങളും അതിലൊക്കെ വള്ളിയൊക്കെ പടർന്നിട്ട് വള്ളിക്കെട്ട് എന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ അതിലുള്ള അഭ്യാസികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ വടിയൊക്കെ ഉണ്ട്, അത് കൊത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ കാവിലേക്ക് കയറിയ സമയത്ത് പെട്ടെന്ന് അവർക്ക് അവിടെ എന്തോ ഒരു വല്ലാത്ത നിലയിലുള്ള ഒരു എന്താ പറയുക, ഒരു ചൈതന്യം അവർക്ക് അവിടെ കാണാൻ സാധിച്ചു. ആ ഉള്ളൊക്കെ നോക്കിയ സമയത്താണ് അവർ കാണുന്നത് അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ, മരമെന്ന് പറയുന്നത് കാശാവാണ്, കടമ്പ് വൃക്ഷം, നീലക്കടമ്പ്. അപ്പോൾ കാശാവിൻ്റെ മുകളിൽ ഒരു വള്ളി പടർന്നപ്പോൾ അവിടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അതിന് അങ്ങനെ ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പെട്ടത് അവർക്കൊക്കെ ഭയങ്കര സംശയമായി. ഇതെങ്ങനെയാണ് ഒരു സ്ത്രീ ഈ കാട്ടിൽ വന്നത്? വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണോ അല്ലെങ്കിൽ ഇത് ഒളിച്ചോടി വന്നതാണോ? ആ നിലയിലൊക്കെ സംശയത്തിൻ്റെ ഭാഗമായിട്ട് ആ സമയത്താണ് നമ്മളുടെ കോടല്ലൂർ ഇല്ലത്തുള്ളൊരു തമ്പുരാൻ, അദ്ദേഹം ഇതുവഴി പല്ലക്കിലൂടെ അവരുടെ ഇല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഇവർ പോയിട്ട് അവരോട് പറയും, ഈ തമ്പുരാനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഈ കാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വന്നപ്പോൾ അദ്ദേഹം ഇറങ്ങി കാട്ടിലേക്ക് പോയ സമയത്ത് ആ വള്ളിക്കെട്ടിൽ ഇങ്ങനെയായിട്ട് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഊഞ്ഞാലാടുകയാണ്. അയാൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വിവസ്ത്രയാണ്, ഒരു വസ്ത്രവും ധരിക്കാത്ത ഒരു സ്ത്രീ. അപ്പോൾ ഒരു സ്ത്രീയെ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഒരു ഉത്തരീയം, അതായത് മേൽമുണ്ട് എടുത്തിട്ട് അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ തമ്പ്രാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതിൻ്റെ ചുഴലി എന്നത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് 2 ഐതിഹ്യമാണ്. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള
8 മക്കളെയും 8ാമത്തെ പുത്രൻ നിങ്ങളെ വധിക്കുമെന്ന് കംസനോട് പറയുന്നതിന് അശരീരിയൊക്കെ ഭാഗമായിട്ട് ഈ 6 പുത്രന്മാരെ കൊല്ലുകയും 7ാമത്തേത് എന്ന് പറഞ്ഞാൽ ചാവള്ളിയാവുകയും 8ാമത്തേതിനെ പ്രസവിച്ച അങ്ങനെ ആ കഥയൊക്കെ എല്ലാവർക്കും അതിന് ഞാൻ പറയുന്നില്ല. അപ്പോൾ 8ാമത്തേത് എന്ന് പറയുന്നത് യശോദ പ്രസവിച്ച ഒരു സ്ത്രീയെ മാറ്റിവെച്ചുകൊണ്ടാണ് അടിക്കാൻ വേണ്ടി അങ്ങനെ കംസൻ അറിയുന്നു. കംസൻ അവരെ പാറക്കടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ കാലിൽ പിടിച്ച് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആടുള്ളൊരു കല്ലിൽ അടിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ കംസൻ്റെ കയ്യിൽ നിന്നും ഈ കുട്ടി പറന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങ് പറന്ന് മേലോട്ടേക്ക് പോവുകയും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് 8 കൈകളൊക്കെ ബാഹുവിൽ വെച്ചിട്ടുള്ള സ്വന്തം രൂപം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അങ്ങനെ ഒരു ചുഴിയായിട്ട് മേലോട്ട് പോയതുകൊണ്ട് ആ ദേവി ഒരു ചുഴലിയായിട്ടുണ്ട്. ഒരു വൃക്ഷത്തിലാടിയ ദേവി പിന്നീട് ശക്തനായ പരശുരാമനാൽ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചുഴലി ഭഗവതിയായി കുടികൊള്ളുകയും ചെയ്തു. ഈ ഐതിഹ്യം നമ്മോട് സംസാരിക്കുന്നത് അനാവൃതമായ ശക്തിയും നിഷ്കളങ്കമായ ഭക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമ്പൂതിരിപ്പാടിന്റെ ദർശനം ദുർഗാദേവിയുടെ കാളീഭാവത്തിൽ ഒരു മൃദുവായ ആവിഷ്കാരമാണ്. നഗ്നതയെ ലജ്ജയോടെയല്ല, മറിച്ച് സാത്വികമായ ദയയോടെ മറച്ച നമ്പൂതിരിപ്പാടിന് ലഭിച്ച അനുഗ്രഹം ബാഹ്യരൂപങ്ങളെക്കാൾ ഉപരി മനുഷ്യന്റെ നന്മയെയാണ് ദേവി അളക്കുന്നത് എന്ന തത്വത്തെ അടിവരയിടുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടമ്പേരി. കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിൽ ഈ 108 ക്ഷേത്രങ്ങൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ നാടിന്റെ സംരക്ഷണത്തിനും ഐശ്വര്യത്തിനും 4 അതിരുകളിലായി ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രങ്ങൾ ദുർഗാദേവിയുടെ വിവിധ ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിശക്തയായ ചുഴലി ഭഗവതി എന്ന സങ്കല്പം പ്രകൃതിയുടെയും ശക്തിയുടെയും ഒപ്പം സംഹാരശേഷിയുടെയും നിയന്ത്രണത്തിന്റെയും പ്രതീകമായി കണക്കാക്കാം. ഗതകാല പ്രൗഢിയുടെ അടയാളങ്ങൾ ശ്രീ കടമ്പേരി ക്ഷേത്ര സമുച്ചയം ഒരു കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിന്റെയും പ്രാദേശിക കലാരൂപങ്ങളുടെയും ഉത്തമ ഉദാഹരണമാണ്. ശില്പചാതുരിയുള്ള ഗോപുരങ്ങളും ചുമർ ചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ ദ്രാവിഡ ശൈലിയുടെയും കേരളീയ ശൈലിയുടെയും മനോഹരമായ സംഗമം വിളിച്ചോതുന്നു. ഈ ഗോപുരങ്ങളിലെ കൊത്തുപണികളും ശില്പങ്ങളും പുരാണ കഥാപാത്രങ്ങളെയും ദേവിയുടെ വിവിധ ലീലകളെയും ചിത്രീകരിക്കുന്നുണ്ടാവാം. ഗോപുരങ്ങളുടെ തലയെടുപ്പ് ക്ഷേത്രത്തിന്റെ ഗതകാല പ്രൗഢിയെ ദ്യോതിപ്പിക്കുന്നു. അതുപോലെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ ചുമർ ചിത്രങ്ങൾ കേരളീയ ചിത്രകലാശൈലിയുടെ മകുടോദാഹരണമാണ്. ചുവന്ന ചായക്കൂട്ടുകളുടെയും നിഗൂഢമായ ഭാവങ്ങളുടെയും ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ ദേവിയുടെ ഉഗ്രരൂപങ്ങളും ഐതിഹ്യ കഥകളുമായി ബന്ധപ്പെട്ട രംഗങ്ങളുമാകാം. ഓരോ ചുമർചിത്രവും ദേവിയുടെ ചരിത്രത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമുള്ള ഒരു പാഠപുസ്തകമായി വർത്തിക്കുന്നു. ഒട്ടനവധി ദാരുശില്പങ്ങളും അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ക്ഷേത്രമാണിത്. ദാരുശില്പങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അത്ര നല്ല ലക്ഷണമൊത്ത മരത്തടിയിൽ മാത്രം കൊത്തുപണികൾ നടത്താൻ പറ്റുന്ന ഒരു ശില്പങ്ങളെയാണ് നമ്മൾ ദാരുശില്പങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഉള്ള ദാരുശില്പങ്ങൾ ഒട്ടനവധി ഈ ക്ഷേത്രത്തിന് ഉണ്ട്. അത് നമ്മുടെ ഒരു വളരെ ഒരു പൈതൃകമായിട്ടുള്ള ഒരു സമ്പത്ത് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളും ഒട്ടനവധി ചുമർ ചിത്രങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊതുവെ സാംസ്കാരിക മേഖലയിലും മറ്റുമൊക്കെ ആണെങ്കിലും ഈ ദാരുശില്പങ്ങളും അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടനവധി ആൾക്കാർ ഭക്തജനങ്ങളായാലും മറ്റു ടൂറിസ്റ്റുകളായാലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ദാരുശില്പങ്ങളും ചുമർ ചിത്രങ്ങളും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അമ്പലങ്ങളിൽ എത്തുന്നത്. ജലസ്രോതസ്സും സൗന്ദര്യവും ക്ഷേത്ര സമുച്ചയത്തിന്റെ ഏറ്റവും മനോഹരമായ ഘടകങ്ങളിലൊന്നാണ് അതിവിശാലമായ കടമ്പേരി ചിറ. ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ചിറ കേവലം ഒരു ജലസംഭരണി എന്നതിലുപരി ക്ഷേത്രത്തിന്റെ സൗന്ദര്യബോധത്തെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ചിറയോട് ചേർന്നുള്ള പടുകൂറ്റൻ അരയാലും കൽപ്പടവുകളും ചേർന്ന് ഭക്തർക്ക് ശാന്തമായ ഒരിടം ഒരുക്കുന്നു. ചിറയിൽ സ്ത്രീകൾക്ക് കുളിക്കുവാനായി പ്രത്യേക കടവ് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നത് ക്ഷേത്രം പാലിച്ചു പോരുന്ന സാമൂഹിക ചിട്ടവട്ടങ്ങളെയും സ്ത്രീകളോടുള്ള ആദരവിനെയും എടുത്തു കാണിക്കുന്നു.
ആട്ടവും എഴുന്നള്ളത്തും തെയ്യവും കടമ്പേരി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ആ പ്രദേശത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ നേർതുടിപ്പാണ്. മകരം ഉത്സവത്തിന്റെ തിളക്കം മകരമാസത്തിലെ 12, 13, 14 തീയതികളിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദേവിയുടെ ശക്തിയും ചൈതന്യവും അതിന്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്നു. ഉത്സവ ദിനങ്ങളിൽ ദേവിയുടെ തിടമ്പ് ആനപ്പുറത്തേറ്റി എഴുന്നള്ളത്ത് നടത്തുന്നത് ഒരു പ്രധാന ചടങ്ങാണ്. ഇത് ദേവി ഭക്തർക്ക് ദർശനം നൽകി ക്ഷേത്ര പരിസരത്ത് സഞ്ചരിക്കുന്നതിന്റെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണ്. ആനപ്പുറ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാട്ടുത്സവത്തിൻ്റെ സമയത്താണ് ആനപ്പുറത്ത് ഉത്സവം ഉണ്ടാകുക. അന്ന് ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ 2 ആന 14 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് 7 ദിവസമായി. പിന്നെ ഉത്സവത്തിന് സാമ്പത്തിക ബാധ്യതയിലായി കുറഞ്ഞു വന്നു. ഇപ്പോൾ 14-ാം തീയതിയുള്ള ഉത്സവത്തിന് മാത്രമേ ഇപ്പം നമ്മൾ ആനയെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് ആന വരും, നമ്മുടെ ഈ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. അതിനുശേഷം തിടമ്പ് നൃത്തം കഴിഞ്ഞതിന് ശേഷം ആണ് ഉത്സവത്തിൻ്റെ കളത്തിരലി പാട്ടോടു കൂടിയാണ് ആ വർഷത്തെ ഉത്സവം സമാപിക്കുക. ഒരുപാട് ഒട്ടേറെ ആഘോഷങ്ങളൊക്കെ നടന്നൊരു പ്രദേശം. വേറെ എന്ന് പറയുന്നത് ഇവിടെ പട്ടത്താനം എന്ന് പറയുന്നൊരു വലിയൊരു ചടങ്ങുണ്ട്. അതെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ള ഈ ബ്രാഹ്മണ ഹത്യയിലിൻ്റെ പശ്ചാത്തലമായിട്ട് അതിന് പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മുടെ ഇടിയുള്ള ക്ഷത്രിയർ, അതായത് നായനാർ കുടുംബങ്ങളും അവരെ ഈ കേരളത്തിലുണ്ടായിരുന്ന 64 ബ്രാഹ്മണ കുടുംബങ്ങളെയും ക്ഷണിച്ചു വരുത്തി അവരെ ആദരിച്ച് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കിഴി കൊടുത്ത് സന്തോഷിപ്പിച്ച് അയക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പട്ടത്താനം. അതും ഇവിടെ നടക്കാറുണ്ട്. ദേവിയുടെ ശക്തിയെ ആവാഹിച്ചുകൊണ്ടുള്ള തിരുനൃത്തം ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഈ നൃത്തം ഭഗവതിയുടെ ചൈതന്യത്തെയും ദുഷ്ടശക്തികളെ സംഹരിക്കുന്നതിലുള്ള വീര്യത്തെയും വിളിച്ചോതുന്നു. പണ്ടുകാലത്ത് മകരസംക്രമം മുതൽ 14 ദിവസത്തെ മഹോത്സവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാലക്രമേണ ഉത്സവത്തിന്റെ ദിവസങ്ങൾക്ക് മാറ്റം വന്നെങ്കിലും ആ പ്രൗഢി ഇപ്പോഴും നിലനിർത്താൻ ക്ഷേത്രത്തിന് കഴിയുന്നുണ്ട്. ഉഗ്രമൂർത്തിയുടെ ഭാവങ്ങൾ മറ്റൊരു പ്രധാന ആചാരമാണ്. ഇടവം 5 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടവും തെയ്യവും. കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ദേവിയുടെ ശക്തിയെയും ചൈതന്യത്തെയും വിളിച്ചോതുന്ന പ്രധാന കലാരൂപമാണ് തെയ്യം. കടമ്പേരിയിലെ തെയ്യത്തിന്റെ പ്രത്യേകത മറ്റൊരു കാവിലുമില്ലാത്ത അത്രയും വലുതായിരുന്നു ഇവിടുത്തെ തിരുമുടി എന്നതാണ്. ദേവിയുടെ ഉഗ്രരൂപത്തെയും അവരുടെ ശക്തിയുടെ വ്യാപ്തിയെയും സൂചിപ്പിക്കുന്നതാണ് ഈ തിരുമുടിയുടെ വലുപ്പം. ചുഴലി ഭഗവതിയുടെ തെയ്യം ദേവിയുടെ ചുഴലിക്കാറ്റുപോലുള്ള ശക്തിയെയും സംഹാരമൂർത്തിയുടെ ഭാവത്തെയും ഒപ്പം ഭക്തരോടുള്ള വാത്സല്യത്തെയും അവതരിപ്പിക്കുന്നു. ഇത് കേവലം ഒരു കലാരൂപമല്ല, മറിച്ച് ദേവിയുടെ പ്രത്യക്ഷ ദർശനം പോലെയാണ് ഭക്തർ കണക്കാക്കുന്നത്. ശ്രീ കടമ്പേരി ക്ഷേത്രം കണ്ണൂരിന്റെ പ്രാദേശിക ചരിത്രത്തിൽ നിർണായകമായ ഒരു പങ്കുവഹിക്കുന്നുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ ഈ ക്ഷേത്രം ആ പ്രദേശത്തെ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു കവചമായി കണക്കാക്കപ്പെടുന്നു. കൃഷി, വിദ്യാഭ്യാസം, കുടുംബ ബന്ധങ്ങൾ എന്നിവയ്ക്ക് ക്ഷേത്രത്തിലെ ദേവിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. ചുഴലി ഭഗവതി എന്ന സങ്കല്പം സൂചിപ്പിക്കുന്നത് ദുരന്തങ്ങളെയും പ്രതിസന്ധികളെയും ചുഴറ്റിയെറിഞ്ഞ് ഭക്തരെ സംരക്ഷിക്കുന്ന ശക്തിയെന്നാണ്. ചൊവ്വാഴ്ച ദിവസം നമ്മളിവിടെ ഭജന നടത്തും. മറ്റൊന്നും ഇല്ല, ഭജനയുള്ളൂ, നാമജപം ഇല്ല. വൈകിട്ട് കാർത്തിക പിന്നെ പറഞ്ഞു ഞാൻ കാർത്തിക ഉത്സവമായിരുന്നു, ഭജനയുണ്ടാവും. പിന്നെ നവരാത്രി സമയത്ത് പിന്നെ സഹസ്രദീപം തെളിയിക്കലുണ്ട്. അതിവിശാലമായ ചിറയും പച്ചപ്പും ക്ഷേത്രത്തെ ഒരു പ്രകൃതി സൗഹാർദ്ദ കേന്ദ്രമാക്കി നിലനിർത്തുന്നു. കൽപ്പടവുകളും അരയാലുകളും വിശ്രമത്തിനും ധ്യാനത്തിനും അവസരം നൽകുന്നു. ഉത്സവം, കളിയാട്ടം തുടങ്ങിയവ പ്രദേശവാസികൾക്ക് ഒത്തുചേരാനും പ്രാദേശിക കലകളെയും സംസ്കാരത്തെയും അടുത്തറിയാനുമുള്ള അവസരം നൽകുന്നു. ഭക്തിയുടെയും ചരിത്രത്തിന്റെയും വിളക്കുമാടം ശ്രീ കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ തനതാചാരങ്ങളുടെയും വാസ്തുവിദ്യയുടെയും ഐതിഹ്യങ്ങളുടെയും ഒരു സജീവമായ സ്മാരകമാണ്. കടമ്പ് മരത്തിലിരുന്ന് അനുഗ്രഹം നൽകിയ ദേവി പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട് ചുഴലി ഭഗവതിയായി ആയിരക്കണക്കിന് ഭക്തർക്ക് അഭയവും അനുഗ്രഹവും നൽകി കുടികൊള്ളുന്നു. ഈ പുണ്യഭൂമി നമ്മളോട് പറയുന്നത് ശക്തി എന്നത് പ്രകൃതിയിലും ഭക്തിയിലും ഒരേപോലെ കുടികൊള്ളുന്നു എന്നും നന്മയുടെ ഒരു ഉത്തരീയം ഇട്ടുകൊടുത്താൽ
ഉഗ്രമൂർത്തി പോലും ശാന്തയായി അനുഗ്രഹം ചൊരിയുമെന്നുമാണ്. കടമ്പേരിയിലേക്ക് ഒരു യാത്ര പോകുന്നത് കേവലം ഒരു ക്ഷേത്ര ദർശനമല്ല, മറിച്ച് കേരളത്തിന്റെ ഐതിഹ്യ ഭൂതകാലത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഈ ഗ്രാമഭംഗിയിലും പൗരാണികതയിലും കുടികൊള്ളുന്ന ദേവിയുടെ ശക്തി ഓരോ ഭക്തനിലും ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ഒരു ചുഴലിക്കാറ്റ് സൃഷ്ടിക്കട്ടെ.